ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഫൈനാൻസീസിൽ കണ്ണൻ്റെ ക്യാബിനിൽ ഇരിക്കാനുള്ള ഉണ്ണിയുടെ പുതിയ നീക്കം കണ്ണനും മഹാലക്ഷ്മിക്കും അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കുരുക്കാകുന്നു. കണ്ണൻ പലതും പറഞ്ഞ് ഉണ്ണിയെ ഫൈനാൻസീസിൽ ജോലിക്ക് വരുന്നതിന് തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഉണ്ണി അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. ഉണ്ണിയെ എതിർത്ത് സംസാരിക്കുന്ന മഹാലക്ഷ്മിയോട് അവളുടെ സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് ഉണ്ണി പ്രതികരിക്കുന്നത്. ശേഷം താൻ ഇങ്ങനെ ബോൾഡായിട്ട് തന്നെ നിൽക്കണമെന്നും ഫൈനാൻസീസിൽ എന്നെപ്പോലെ തന്നെ അധികാരം തനിക്കുള്ളതുകൊണ്ട് പുതിയൊരാളെ നിയമിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറയണം. ഏതായാലും ഞാൻ ഈ പ്രശ്നം അനന്തുവിനെ കൊണ്ട് സോൾവ് ചെയ്യിക്കാമെന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ മഹിയോട്. പിന്നീട് ഉണ്ണിക്ക് താൻ ചെല്ലുമ്പോൾ മഹാലക്ഷ്മി കണ്ണൻ്റെ ക്യാബിനിൽ നിന്നും ഇറങ്ങി വന്നു. എൻ്റെ മുന്നിൽ വെച്ച് കണ്ണേട്ടൻ അവരോട് ചൂടായി. പലപ്പോഴും അവരുടെ നാശം കണ്ട് സന്തോഷിച്ചപ്പോഴൊക്കെ തിരിച്ചടികളാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തവണയും അവരെല്ലാവരെയും കബളിപ്പിക്കുകയാണോ എന്നുള്ളൊരു സംശയം ഉണ്ണിക്ക് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഉണ്ണി തൻ്റെ മനസ്സിൽ തോന്നിയ സംശയം കരുണയോട് പറയുമ്പോൾ, മറ്റൊരുത്തൻ്റെ കുഞ്ഞിനെ വയറ്റിലിട്ട് നടക്കുന്ന ഒരാളെ കണ്ണേട്ടൻ സ്നേഹിക്കുമോ? കണ്ണേട്ടന് കുഞ്ഞുണ്ടാവില്ല എന്നുള്ള കാര്യം പകല് പോലെ സത്യമാണ്. അതുകൊണ്ട് എല്ലാം ഉണ്ണിയേട്ടൻ്റെ തോന്നലായിരിക്കും എന്ന് പറയുന്നുണ്ട് കരുണ. ഇതേ സമയം അനന്ത് ഉണ്ണിയെ വിളിച്ചിട്ട് നീ ഇനി ഫൈനാൻസീസിൽ കയറി പോകരുതെന്നും കണ്ണനെ പോലെ തന്നെ അധികാരം മഹാലക്ഷ്മിക്കും ഫൈനാൻസീസിലുണ്ടെന്ന് പറയുമ്പോൾ, സ്വന്തം സുഹൃത്തിനെ വഞ്ചിച്ചവളെ നിങ്ങൾ എന്തിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇനി നിങ്ങളാണോ ആ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് ഉണ്ണി ചോദിക്കുമ്പോൾ, അതിൻ്റെ മറുപടി തരുന്ന ദിവസം ഞാൻ നിന്നെ ശരിക്കൊന്ന് കാണുന്നുണ്ട്. ഇനി നീ ഫിനാൻസീസിൽ കയറിപ്പോയാൽ ഞാനും മാർക്കോയും കൂടെ നിന്നെ ശരിക്കൊന്ന് കാണുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അനന്ത് ശക്തമായിട്ടുള്ള ഒരു താക്കീത് തന്നെ ഉണ്ണിക്ക് നൽകുന്നുണ്ട് കേട്ടോ. ശേഷം കണ്ണൻ ഉണ്ണിയെക്കുറിച്ച് പറഞ്ഞ് വല്ലാതെ തന്നെ ഇമോഷണൽ ആകുന്നുണ്ട്. തുടർന്ന് അനന്ത് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടും ഫൈനാൻസീസിലേക്ക് പോകാൻ തന്നെയാണ് അവൻ്റെ തീരുമാനമെങ്കിൽ നമുക്ക് മാർക്കോയെ കൊണ്ട് അവന് നല്ലത് കൊടുക്കുക എന്ന് പറയുമ്പോൾ, അത് വേണ്ട അനന്തു. ഇപ്പോൾ അവൻ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത് അവൻ്റെ അമ്മായിയച്ഛനും അയാളുടെ അമ്മയ്ക്കുമാണ്. അവരെ ഒന്ന് വിരട്ടി നിർത്താൻ മാർക്കോയോട് പറഞ്ഞാൽ മതി. അവർ പറഞ്ഞാൽ പിന്നെ ഉണ്ണി ഫൈനാൻസീസിൻ്റെ പരിസരത്ത് പോലും വരില്ല. കരുണ പുറകിൽ നിന്ന് ചരട് വലിച്ചിട്ടായിരിക്കും അവൻ ഫൈനാൻസീസിലെത്തിയത്. പിന്നെ പ്രതാപന് മാർക്കോയെ പേടിയാണ്. അന്ന് അയാൾക്ക് ഇരുട്ടത്തിൽ കൊടുത്തത് മാർക്കോയാണെന്നാണ് അയാൾ കരുതിയിരിക്കുന്നത് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. അങ്ങനെ മഹിയോടും അനന്തുവിനോടും ലേഖയോടും ഒക്കെ യാത്ര പറഞ്ഞ കണ്ണൻ അവിടെ നിന്നും ഇറങ്ങുന്നു. ക്യാബിനിലേക്ക് കടന്നു വന്ന ഉണ്ണിക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കാണോ എന്നുള്ളൊരു ആശങ്ക മഹിക്ക് ഉണ്ടാകുന്നുണ്ട്. പിന്നീട് അങ്ങനെ പ്രതാപനെ കാണാനായിട്ട് മാർക്കോ എത്തുന്നു. മാർക്കോയെ കാണുമ്പോൾ തന്നെ ഭയന്ന് വിറയ്ക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. നിങ്ങളുടെ മരുമകളിലെ കണ്ണൻ സാറിൻ്റെ അനിയൻ ഉണ്ണി, അവൻ ഇന്നലെ ഫൈനാൻസീസിൽ ചെന്ന് മഹാലക്ഷ്മിയെ അപമാനിച്ചു എന്നറിഞ്ഞു. മഹാലക്ഷ്മിക്ക് അവൻ്റെ പരിസരത്ത് ഓഫീസിൻ്റെ പരിസരത്ത് ചെല്ലുന്നത് പോലും ഇഷ്ടമല്ല. നിങ്ങളുടെ മകളായിരിക്കും പറഞ്ഞിളക്കി അവനെ അവിടേക്ക് പറഞ്ഞു വിട്ടത്. അവൻ കമ്പനിയിൽ അഴിമതിയും കൊള്ളയൊക്കെ നടത്തിയതുകൊണ്ടാണ് അവനെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. ഇനി ഫൈനാൻസീസിൽ കൂടി കുളം തോണ്ടാനായിട്ട് മഹാലക്ഷ്മി ആരെയും അനുവദിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ മരുമകനോട് ഇനി ആ പരിസരത്തേക്ക് കടന്നു ചെല്ലരുതെന്ന് പറഞ്ഞേക്കണം. ഇല്ലെങ്കിൽ അവൻ്റെയല്ല നിങ്ങളുടെ മകളുടെ ശരീരത്തിൽ നിന്ന് ചോര പൊടിയെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ശരിക്കും വിരട്ടി നിർത്തുന്നുണ്ട് കേട്ടോ മാർക്കോ. അങ്ങനെ മാർക്കോ പോയതിന് ശേഷം, ആ മണ്ണുണ്ണി കാരണം നിനക്കും നമ്മുടെ കരുണമോൾക്കും ഒക്കെ ഓരോ അനർത്ഥങ്ങളല്ലാതെ ഒരു പ്രയോജനവും ഇല്ലല്ലോ പ്രതാപ. മാർക്കോ പറഞ്ഞതുപോലെ ചെയ്യുന്നവനാണ്. അതുകൊണ്ട് ഫൈനാൻസീസിലേക്ക് പോകണ്ട എന്ന് നീ തന്നെ അവനോട് പറയണമെന്ന് മുത്തശ്ശി പറയുമ്പോൾ, നമ്മുടെ മോൾക്കും അവനും വേണ്ടിയല്ലേ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ ചെയ്തത് എന്നിട്ട് അവൻ ഒരൊന്നും തിരിഞ്ഞു നോക്കിയില്ലല്ലോ എന്നെല്ലാം ഉണ്ണിയെക്കുറിച്ച് പ്രതാപം പറയുമ്പോൾ, അവനല്ലെങ്കിലും അവനോട് മാത്രമേ സ്നേഹമുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാശ് എന്തെങ്കിലും മുടക്കേണ്ടി വരുമെന്ന് അവൻ കരുതി കാണും. അത്രയ്ക്ക് പിശുക്കനാണ് നിൻ്റെ മരുമകൻ എന്ന് ഉണ്ണിയെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. പിന്നീട് അഗസ്തികൂടത്തിൽ വെച്ച് മാർക്കോയെ കാണുന്നുണ്ട് സാഗർ. മേഘനെ പോലെ ആ പ്രതാപനെയും വെറും ജഡമായിട്ട് കിടത്തണം മാർക്കോ. എങ്കിൽ കണ്ണൻ സാറിനും ലക്ഷ്മി ഏട്ടത്തിക്കും ആരെയും പേടിക്കാതെ ജീവിക്കാം എന്നെല്ലാം സാഗർ പറയുമ്പോൾ, അല്ലെങ്കിൽ മഹാലക്ഷ്മിയും കണ്ണൻ സാറിനെയും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല സാഗറെ. അവരെ രണ്ടാളെയും സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് കണ്ണുകളുണ്ട് എന്ന് പറയുമ്പോൾ, അതാരാണെന്ന് സാഗർ ചോദിക്കുമ്പോൾ, അതൊക്കെ ഉണ്ട് സാഗറെ. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് കണ്ണനും മഹാലക്ഷ്മിയും. അതുകൊണ്ട് അവരെ ഇല്ലാതാക്കാൻ നോക്കിയവർക്കായിരിക്കും തിരിച്ചടികൾ കിട്ടാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. എന്തായാലും മാർക്കോ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ സിദ്ധിയായിട്ടുള്ള അമ്മയെ തന്നെയാണ്. പിന്നീട് കാണിക്കുന്നത് പ്രതാപൻ ഉറക്കത്തിൽ സ്വപ്നം കാണുന്നതാണ്. അതായത് ഒറ്റയ്ക്ക് വിജനമായിട്ടുള്ള ഒരു സ്ഥലത്തു കൂടി നടന്നു വരുന്ന സമയത്ത് മുന്നിൽ ഒരു രൂപത്തെ കണ്ട് ഭയന്ന് വിറയ്ക്കുന്നുണ്ട് കേട്ടോ പ്രതാപൻ. അപ്പോൾ ആ സ്വപ്നം കാണുന്നതും ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട് പ്രതാപൻ. അത് പ്രതാപൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്ന രൂപം മറ്റാരുടേതും അല്ല, കണ്ണൻ്റെ അച്ഛൻ വിശ്വനാഥനാണ് സ്വപ്നത്തിൽ വന്ന് പ്രതാപനെ ഭയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വിശ്വനാഥനെ കണ്ടിട്ടാണ് പ്രതാപൻ ഞെട്ടി ഉണരുന്നത്.
കണ്ണൻ്റെ അച്ഛൻ്റെ ജന്മമാസമായതുകൊണ്ട് തന്നെ മാത്രമല്ല അദ്ദേഹത്തിൻ്റേത് ഒരു ദുർമരണമായതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ആത്മാവ് മോക്ഷം കിട്ടാതെ അലഞ്ഞു നടക്കുകയാണ് കേട്ടോ. പിന്നീട് പ്രതാപൻ താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് മുത്തശ്ശിയോടും പറയുന്നുണ്ട്. അപ്പോൾ വിശ്വനാഥൻ്റെ ആത്മാവ് ഗതി കിട്ടാതെ അലയുന്നുണ്ട് എന്നുള്ളൊരു സത്യം മനസ്സിലാക്കുന്ന പ്രതാപനും മുത്തശ്ശിക്കുമാണെങ്കിൽ പിന്നീട് ഉറങ്ങാനേ കഴിയുന്നില്ല. അതിനുശേഷം കണ്ണനാണെങ്കിലും സ്വപ്നത്തിൽ സ്വന്തം അച്ഛനെ കാണുന്നുണ്ട്. എൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടിയിട്ടില്ല എന്നും എന്നെ ഈ ഭൂമിയിൽ നിന്നും പറഞ്ഞു വിട്ടവർക്ക് അർഹമായിട്ടുള്ള ശിക്ഷ കിട്ടിയാൽ മാത്രമേ എൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടൂ എന്നും അച്ഛൻ പറഞ്ഞതായിട്ട് സ്വപ്നത്തിൽ കാണുന്നുണ്ട് കേട്ടോ കണ്ണൻ. അങ്ങനെ അച്ഛനെ സ്വപ്നത്തിൽ കണ്ടതും വളരെയധികം ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട് കണ്ണൻ്റെ മനസ്സ്. എത്രയും വേഗം അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരനായ ആ ലോറി ഡ്രൈവറെ കണ്ടെത്തണമെന്നും കണ്ണൻ ആ രാത്രി തന്നെ മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിക്കുന്നുണ്ട്. പിന്നീട് അച്ഛനെ സ്വപ്നത്തിൽ കണ്ടു എന്നും അച്ഛൻ്റേത് വെറും ഒരു അപകട മരണമെന്നല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് അച്ഛൻ്റെ മരണത്തിന് ഉത്തരവാദിയായ ആ ലോറി ഡ്രൈവറെ കണ്ടെത്താനുള്ള എൻ്റെ ശ്രമം ഞാൻ തുടങ്ങാൻ പോവുകയാണെന്നുള്ള കണ്ണൻ്റെ തീരുമാനം ഉണ്ണിയോടും ദുർഗയോടൊക്കെ കണ്ണനെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് ഭയന്ന് വിറച്ച് നിൽക്കുകയാണ് കേട്ടോ കരുണ ചെയ്യുന്നത്. അതായത് കണ്ണനെങ്ങാനും അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ തൻ്റെ അച്ഛനാണ് ലോറി ഇടിപ്പിച്ച് കൊന്നത് എന്നുള്ള സത്യം കണ്ണൻ മനസ്സിലാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതാലോചിച്ചിട്ട് വല്ലാതെ തന്നെ ഭയന്ന് വിറയ്ക്കുന്നുണ്ട് കേട്ടോ കരുണ. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്